ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു കപ്പ് റവ കൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്നത്ര വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉഴുന്നോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ല വൈകുന്നേരം ചായയ്ക്കൊരു കടിയായിട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വടയുടെ റെസിപ്പിയും അതിന് കോമ്പിനേഷനായിട്ട് ഒരു ചട്നിയുടെ റെസിപ്പിയും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വട തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റവയാണ്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന ആ റവ, ബോംബെ റവ, അതാണ് ഞാനിപ്പം 1 കപ്പ് ഇവിടെ ഈ ബൗളിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഏത് കപ്പിലാണോ നമ്മൾ റവ എടുത്തത് അതേ കപ്പിന് 2 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടിരിക്കണം. വെള്ളം കുറഞ്ഞു പോയാൽ നമ്മുടെ വട കുറച്ച് ഹാർഡായി പോകും. അതുപോലെ തന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നന്നായിട്ടുള്ള ആ ഷേപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ വെള്ളം ചൂടാകാൻ വെച്ചു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഒരു 2 സ്പൂണ് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. എണ്ണയാണെങ്കിലും പറ്റും, ഇല്ല നെയ്യാണെങ്കിലും പറ്റും. ഞാനിപ്പം 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയ്ക്ക് പകരം 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാനിവിടെ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഉപ്പെല്ലാം എല്ലായിടത്തും ആകുന്ന പോലെ യോജിപ്പിച്ച് ആ എണ്ണയൊക്കെ, എന്നിട്ടിത് നന്നായിട്ട് തിളയ്ക്കട്ടെ. വെള്ളം നന്നായിട്ട് ഇതുപോലെ തിളച്ച് കഴിയുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ പതുക്കെ ഇതൊന്ന് ഇളക്കണം. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ റവയാണല്ലോ, ഇതുപോലെ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിനെ കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് അതുപോലെ തന്നെ വെക്കണം. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റായി നല്ലപോലെ വെന്ത് കിട്ടും. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് സ്ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. നല്ല ചൂട് കൊണ്ടല്ലോ ഇപ്പം. ഇനി ഇത് കവർ ചെയ്ത് നമ്മൾ ആറാനായിട്ട് വെക്കണം. കവർ ചെയ്ത് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. അത് ആറി കിട്ടുന്ന സമയത്തിന് നമുക്കൊരു നല്ലൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂണോളം നിലക്കടല വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാണ്. നിലക്കടല ഇല്ലെങ്കിൽ നമ്മുടെ പൊട്ടുകടലയാണെങ്കിലും പറ്റും. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 നമ്മുടെ കാന്താരി മുളകും കുറച്ച് ജീരകവും ഞാനൊരു പാനിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകാണെങ്കിലും പറ്റും. വെളുത്തുള്ളിയും പിന്നെ ആ ജീരകവും മുളകും ഒക്കെ ഒന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ആ പച്ചച്ചൊവയൊന്നും ഇല്ലാതെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അധികം മല്ലിയില. അപ്പം നമ്മുടെ ചമ്മന്തിക്കൊരു നല്ലൊരു പച്ച കളറും പിന്നെ ടേസ്റ്റും നല്ലതായിരിക്കും. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ചമ്മന്തി നമ്മൾ അരച്ചാൽ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ചമ്മന്തിയുടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മംഗലാപുരം ബാംഗ്ലൂരിലൊക്കെ പോയാൽ വട സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്താൽ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കിട്ടും. അതുപോലത്തെ ഒരു നല്ല അടിപൊളി ചമ്മന്തിയാണിത്. അപ്പം നമ്മൾ ചമ്മന്തിയൊക്കെ നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ചമ്മന്തിനെ നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അധികം വെള്ളമായിട്ടുള്ള ചമ്മന്തിയല്ല ഇത്, കുറച്ച് കട്ടിയായിട്ടുള്ള ചമ്മന്തി. അപ്പോൾ കുറച്ച് വെള്ളം ജാറൊക്കെ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി അതിലേക്ക് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് കടുക് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. ആ സമയത്തിന് നമുക്ക് വട
നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, വടയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചായിരുന്നല്ലോ, അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം നമ്മുടെ മാവ് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ റെഡിയാക്കുകയല്ലേ, അതുപോലെ തന്നെ ഇതേ രീതിയിൽ നമ്മുടെ മാവിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ വട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. എന്നിട്ട് 2 കൈയും നമ്മൾ ഒരു കുറച്ച് വെള്ളം നനച്ചിട്ട് ഇതുപോലെ കയ്യിൽ നമുക്കൊരു ഉണ്ട ഉരുട്ടാൻ പറ്റുന്ന പാകത്തിലൊരു മാവെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ വടയൊക്കെ ആക്കല്ലേ, അതുപോലെ 2 കൈയിലും വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നടുക്ക് ഒരു ഹോളിട്ട് കൊടുത്താൽ മതി. ഈ വിരൽ കൊണ്ട് തന്നെ നമ്മുടെ വിരലൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ നമ്മൾ നടുക്കൊരു ഹോളിട്ട് കൊടുത്താൽ നല്ല ഡോനറ്റ് പോലെയൊക്കെ കാണാനൊരു ഷേപ്പായിട്ടുണ്ട്. ഇപ്പം വട, ഡോനറ്റൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിനെയും എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ പോലെ ഷേപ്പാക്കി എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ഒരു വടയുടെ ഷേപ്പാക്കി വെക്കുവാണ്. 2 കൈയിലും നമ്മളൊന്ന് ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമോ ഇങ്ങനെ കൈയിലണ്ടയിലൊന്ന് ഇതാക്കി പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്ര വെള്ളം നമ്മളിപ്പോൾ ചാരിപ്പൊടിയൊക്കെ ഇട്ട് കൂട്ടി ഇതിലേക്ക് മിക്സ് ചെയ്താണ്, മാവ് നല്ല കട്ടിയുണ്ടല്ലോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി ആദ്യം തന്നെ ഇതുപോലെ ഷേപ്പാക്കി എല്ലാം റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമ്മളിനി ഒരു പാത്രം ചൂടാകാനായിട്ട് വെക്കണം. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് വേണം നമ്മൾ ഈ വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വട ഈ എണ്ണയിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. അടിപൊളിയായിട്ടുള്ള റവ വട നമുക്ക് റെഡിയാക്കി കിട്ടും. ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി എണ്ണ എൻ്റെ ഇത് കുറവായിപ്പോയി, അത് കാരണം ഇച്ചിരി സൈഡിലേക്ക് നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മുങ്ങിക്കെടുക്കുന്ന പാകത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 സൈഡും നമ്മൾ മറിച്ചിട്ട് 2 സൈഡും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പം നമുക്ക് ഇത് എടുക്കാം. ഇത് കണ്ട നമ്മുടെ അടിപൊളിയായിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ഈ ചമ്മന്തി എന്ത് ടേസ്റ്റ് ആണെന്നറിയോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണിയുടെ ചായക്കൊരു കടിയായിട്ടോ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാം. ബൈ.